കനത്ത ചൂടിൽ വലഞ്ഞ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. സമുദ്രോപരിതലത്തിൽ വെള്ളത്തിന്റെ ഊഷ്മാവ് വർദ്ധിച്ചതോടെ മത്സ്യലഭ്യത കുറഞ്ഞു. തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് നല്ലൊരു നാളേക്കായുള്ള കാത്തിരിപ്പിലാണിവർ. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി സമൃദ്ധിയുടെ നാളുകൾ സ്വപ്നം കണ്ട് കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികൾ. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ വെള്ളത്തിന്റെ ഗതികൾ മാറി. അപ്പൊ നമുക്ക് മീൻ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഇവിടെ കുറവാണ്. കിട്ടാനുള്ള ഞങ്ങൾക്ക് നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ, കുറെ നേരം ഞങ്ങൾ കരയിൽ മാത്രമല്ല കടലിലും ചൂടുകൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയാണ് നിലവിൽ. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളാണ് ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. കടലിൽ ചെറുമത്സ്യങ്ങൾ ഗണ്യമായി കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടുത്ത തൊഴിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതോടെ ചെറുതോണികളിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്നവരും ബോട്ടുമായി ആഴക്കടലിൽ പോകുന്നവരും മത്സ്യം ലഭിക്കാതെ ദുരവസ്ഥ നേരിടുകയാണ്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളർ എന്ന പ്രതിഭാസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രണ്ടിടങ്ങൾ തമ്മിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാകുന്നതാണ് ഓഷ്യൻ ഡൈപോളാർ. കടലിലെ താപനില ഉയരുന്നത് മൂലം ചില ഇനം മത്സ്യങ്ങൾ സമീപ ജലാശയങ്ങളിൽ നിന്നും ആഴമേറിയ പ്രദേശങ്ങളിലേക്ക് പോകും. കേരള തീരത്ത് ചെറുമീനുകളില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മീനെത്തുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് പൊതുസമൂഹം മത്സ്യക്ഷാമവും മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടും തിരിച്ചറിയാതെ പോകുന്നത്. കിട്ടാനുള്ള നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ, കുറെ നേരം ഞങ്ങൾ വീശണം. അപ്പോഴും ആ വെള്ളം മാറുന്നതനുസരിച്ചാണ് മീൻ വന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് കൂടുതലായത് കാരണം മീൻ അടുത്തേക്ക് വരില്ല. ആഴങ്ങളിൽ തണുപ്പുള്ള സ്ഥലത്ത് മാത്രമേ കിടക്കുള്ളൂ. അപ്പൊ അതനുസരിച്ച് മീനിന് ലഭ്യത കുറവുണ്ടായിട്ട് അവർക്കും ഇപ്പൊ പൊതുവെ മോശമാണ്. എല്ലാവർക്കും പണി മീൻ ഇപ്പൊ കുറവാണ്. ഇനിയിപ്പോ ഒരു 2 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും കിട്ടാനുള്ളത് തുടങ്ങുള്ളൂ. കാരണം ഇനിയിപ്പോ കുറച്ച് 2-3 ദിവസം മഴ അടുപ്പിച്ച് പെയ്യുന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ മീനൊക്കെ കിട്ടാൻ തുടങ്ങും. ഇവർ നേരിടുന്ന ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വെള്ളം നിലച്ചു വരുമ്പോഴേ നമുക്ക് ഇതിന് പങ്കെടുക്കാൻ പറ്റും. ഇറക്കോ അതുപോലെ തന്നെ ഒരു ടൈം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് 6 മണിക്ക് നോക്കിയിട്ടാണ് നാളെ 7 മണിയാവും. അതുപോലെ ഏറ്റത്തിന് അത് തന്നെ ഒരു ടൈമുകളൊക്കെ ഉണ്ട്. ആ ടൈമിൽ വെള്ളത്തിന് നമ്മൾ നോക്കി എന്നിട്ട് നമുക്ക് പണിയെടുക്കാം. പിന്നെ വെള്ളം പല പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം അടി കൊടുക്കണ്ട എന്നുള്ളതാകുമ്പോൾ വല പിടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അത് പല അടി കൊടുക്കാനുള്ളതാണ്. അല്ലാണ്ട് മീൻവെള്ളം വെറുതെ കിടക്കും. ചിലപ്പോൾ അടി ഒഴിച്ച് നല്ല ഒഴിക്കുന്നുണ്ടാവും. ഒറ്റ പ്രാവശ്യം പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അടി കൊടുക്കുകയാണെങ്കിൽ വല പിടിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിലെ ഏറ്റവും നല്ല വെഡിംഗ് ഡ്രസ്സുകൾ, മാമോദിസ ഉടുപ്പുകൾ, ആദ്യ കുർബാന ഉടുപ്പുകൾ, ഡെക്കറേറ്റീവ് കാൻഡിൽസ് മുതൽ ഗ്ലൗസ് വരെ, കുഞ്ഞോമനകൾക്കായി കുഞ്ഞുടുപ്പുകൾ, ബർത്ത്ഡേ ഐറ്റംസ്, സോക്സുകൾ, ഷൂസുകൾ, അങ്ങനെ ഒട്ടേറെ ബേബി പ്രൊഡക്ട്സ്, വധുവരന്മാർക്ക് ആവശ്യമായ ഫ്രഷ് ഫ്ലവർ ബൊക്കെ, ഇവയെല്ലാം നിങ്ങൾക്ക് അൽഫോൺസയിൽ ലഭിക്കും. അൽഫോൺസ, ദ റിച്ച് ക്വാളിറ്റി അറ്റ് ദ റൈറ്റ് പ്രൈസ്.